മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക വിജയം നേടുന്ന സിനിമകൾ ഉണ്ടാകുമ്പോൾ, ക്രിട്ടിക്കലി അക്ലെയിം ചെയ്യപ്പെടുന്ന സിനിമകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഈ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് ഇതൊരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് അത് വൺ സൈഡഡ് ആയി പോകുന്നത്? വൺ സൈഡഡ് ആയി പോകുന്നതിന്റെ കാരണം മറ്റേ സൈഡ് പ്രതികരിക്കാത്തത് കൊണ്ടാണ്. ശ്രീ ഷർഷാദിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ള ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങൾ, പക്ഷെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാത്രം. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം എത്രയോ ദിവസങ്ങളായി. ഇത്രയും ദിവസങ്ങളായതിനു ശേഷവും ഇതിനെ ഒന്ന് നിഷേധിക്കുന്നതിന് വേണ്ടി പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പേരുകാരിൽ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതായത് അദ്ദേഹം ഇവിടെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ MA ബേബി അടക്കമുള്ള ആൾക്കാരുടെ പേര് ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്. ഇന്നത്തെ തലമുറയിലുള്ള നേതാക്കന്മാരെ പറ്റി പറയുന്നു, പാർട്ടിയുടെ വിദേശത്ത് നിന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയുന്നു, അതേപോലെ തന്നെയാണ് സിനിമയിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നത്. ഈ പറയുന്ന ആൾക്കാരിൽ ആരും തന്നെ ഇതിൽ യാതൊരു വിധത്തിലുള്ള നിഷേധക്കുറിപ്പിനോ ഈ ഒരു വരിയിലെങ്കിലും അതിനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇത് വ്യാജമായിട്ട് പറയുകയാണ് എന്ന് പറയാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ തയ്യാറാകാതിരിക്കുകയും ഒരു ഭാഗത്ത് ഒരാൾ തുടർച്ചയായിട്ട് അതേ കാര്യത്തിൽ തന്നെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും ഇല്ലാതെ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഒരു അംഗം, ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതാണ് ശ്രീ കൃഷ്ണരാജ് ഇവിടെ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് സിനിമ എന്ന് പറയുന്നത് വളരെ ഒപ്പേക്കായിട്ടിരിക്കേണ്ടുന്ന ഒരു മീഡിയമാണോ? അല്ല. സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ ഈ കേവലം കലാരൂപങ്ങൾ വരുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒരു അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ ഏജൻസികൾ തന്നെ സസ്പെക്ട് ചെയ്തിരിക്കുന്നത് പോലെ പ്രൊപ്പഗൻഡ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ അതിനു വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ടോ? കള്ളപ്പണം ഇവിടെ വരുന്നുണ്ടോ? വിദേശ ചട്ടങ്ങളെ, ഫെമ പോലെയുള്ള കാര്യങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട് പണം സ്വീകരിക്കുന്നുണ്ടോ? ആ സ്വീകരിക്കുന്ന പണം എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ചെലവാക്കുന്നത്? ഇതിന്റെ ഒരു ഭാഗം ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരമുണ്ടാകണം. അതിന് ഉത്തരമുണ്ടാകണമെങ്കിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. നമ്മൾ ഒരു കാര്യം മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി ശ്രീ ജയരാജ്. നമ്മൾ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം മാറ്റി നിർത്തിക്കോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ സുരക്ഷ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഇവിടെ ഒരു ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നില്ലേ? അതിന്റെ റിപ്പോർട്ട് എവിടെയാണ്? ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് സർക്കാരിന് സമർപ്പിച്ചതിന് ശേഷവും നമ്മുടെ സിനിമാ മന്ത്രി അതിനെ പരസ്യമാക്കുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടോ തയ്യാറാകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇത് ഒരു പെർമിയബിൾ ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല. അതായത് ഇത് പൂർണ്ണമായിട്ടും ഒപ്പേക്കായിട്ടുള്ള, തീർച്ചയായിട്ടും അതാര്യമായിട്ടുള്ള ഒരു മേഖലയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഇംപ്രഷൻ ഉണ്ടാക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം അവർ ചെയ്യുന്നത് എന്താണ്? അത് നിഷേധിക്കുകയാണ്. പക്ഷേ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്നാൽ അതിലേക്ക് രാഷ്ട്രീയം വന്നുകൊണ്ട് ഒരു ആരോപണം വരുന്ന സമയത്ത് സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ആ പ്രാഥമികമായിട്ടുള്ള കാര്യം പോലും ഇവിടെ ആരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമല്ലേ? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ശ്രീ MA ബേബിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല, നമുക്ക് ശ്രീ സ്വരാജിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല, നമുക്ക് ശ്രീ മമ്മൂട്ടിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവരാരും തന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല എന്നിടത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ചോദിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. ഒറ്റ വരിയിൽ നിഷേധിക്കുക, പിന്നീട് ചർച്ചകൾ ബാക്കിയാണ്. പിന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് വരുന്നത്? ശ്രീ ഷർഷാദിനാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ തള്ളിവിടുന്നതിന് വേണ്ടിയിട്ട് പോലും ഇവരാരും ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം. അങ്ങനെ തുടർച്ചയായിട്ട് നമുക്കെതിരെ ആരോപണം ഉണ്ടാവുകയും മറ്റുള്ള പല ആൾക്കാരും പ്രതികരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വളരെ കൗതുകരമായിട്ട് ഞാൻ ചോദിക്കാം. ഈ ആരോപണം വരുന്ന സമയത്ത് ഇതിൽ ശ്രീ മമ്മൂട്ടിയുടെ പേര് മാത്രമല്ലല്ലോ ഉള്ളത്, മറ്റു പല ആൾക്കാരുടെ, രാഷ്ട്രീയക്കാരുടെ ഉൾപ്പെടെയുള്ള പേരുകൾ വന്നു. ശ്രീ ശിവൻകുട്ടി അടക്കം, ശ്രീ K രാജൻ അടക്കം പല രാഷ്ട്രീയക്കാരും, CPM-ലുള്ള പല രാഷ്ട്രീയക്കാരും മമ്മൂട്ടിയുമൊത്തുള്ള പടം വെച്ചതിന് ശേഷം പോസ്റ്റ് ഇട്ടു. അതെന്താ മറ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഇടാത്ത? മറ്റുള്ള ആൾക്കാരുമായിട്ട് ഒത്തു നിൽക്കുന്ന ഒരു പടം എന്താ ഇടാത്തത്? എന്താ കാരണം? മമ്മൂട്ടിയുമായിട്ടുള്ള ആരോപണത്തിൽ കാര്യമുണ്ട് എന്നും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കേണ്ടതാണ് എന്നും, അല്ലെങ്കിൽ മമ്മൂട്ടിയുമായിട്ടുള്ള ആരോപണത്തിൽ പ്രശ്നമില്ല, അത് വ്യാജമായിട്ടുള്ള ആരോപണമാണ്, അങ്ങനെയൊന്നും അദ്ദേഹത്തിന്റെ വിശ്വാസ്യത തകർക്കാൻ പറ്റില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണോ ആ പടം ഇടുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ മറ്റുള്ള ആൾക്കാരുമായിട്ടെല്ലാം ചേർന്ന് നിൽക്കുന്ന പടം ഇടേണ്ടതല്ലേ? ഈ ചെയ്യുന്ന ആൾക്കാർക്ക്, ചുരുങ്ങിയത് പ്രതികരിക്കാതിരിക്കുന്നവരോട് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ഈ വിഷയത്തിൽ മമ്മൂട്ടിക്കൊപ്പമാണ് താൻ എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഒരാളെങ്കിലും, കോൺഗ്രസ്സുകാരെ വിട്ടേക്കും, CPM-കാരോ CPI-ക്കാരോ ആയിട്ടുള്ള ആൾക്കാർ, അവരെന്തുകൊണ്ടാണ് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കൾ, ആരോപണം കേട്ടിട്ടുള്ള, ഇതിനെപ്പറ്റി കൃത്യമായ അറിവുണ്ട് എന്ന് പറയുന്ന മറ്റുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇടാത്തത് എന്താണ്? അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം ഇടാത്തത് എന്താണ്?